ഹായ് ഫ്രണ്ട്സ്, ഡിജിടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളൊരു ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലാപ്ടോപ്പിൽ ഞങ്ങൾ ഗെയിമിങ്ങും അതേപോലെ തന്നെ HD വീഡിയോ സ്ട്രീം ചെയ്യണതും അതേപോലെ തന്നെ അതിന്റെ കൂടെ നമ്മൾ എഡിറ്റിംഗ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ എങ്ങനെ എത്ര സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും കൂടിയുള്ള ഒരു റിവ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ലാപ്ടോപ്പ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അതിന്റെ ലിങ്കും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ആ ഒരു ലാപ്ടോപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾ വെൽ നോട്ടിഫൈഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റീനെ പറ്റി പറയാം. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഒരു നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് Acer Nitro 5 പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു സ്റ്റഡി ബിൽഡാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ നമ്മുടെ സ്ക്രീനിൻ്റെ പോർഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഫ്ലെക്സ് നമുക്ക് കാണാൻ പറ്റും സ്ക്രീനിൻ്റെ ബാക്ക് സൈഡിലൊക്കെ. ബാക്കി നമ്മുടെ കീബോർഡ് അതുപോലെ തന്നെ പാം റെസ്റ്റ്, ട്രാക്ക് പാഡ് ഒക്കെ നല്ല സോളിഡ് ബിൽഡായിട്ടാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയാം. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD IPS പാനലാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ അതൊരു ആൻറ്റി ഗ്ലെയർ ഫിലിം കോട്ടിംഗ് ഉള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ബ്രൈറ്റ്നെസ് ഉള്ള, അതായത് ലൈറ്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആൻറ്റി ഗ്ലെയർ ആയതുകൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് വലിയൊരു വ്യൂയിങ് ആംഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സൈഡിലേക്ക് ആംഗിൾ തിരിഞ്ഞ് നോക്കിയാലും വലിയ കളർ ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 60 Hz റിഫ്രഷ് റേറ്റുള്ള വേരിയൻ്റാണ്. ഇതിന് 144 Hz റിഫ്രഷ് റേറ്റുള്ള വേരിയൻ്റ് ഉണ്ട്. അതേപോലെ കാശും കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഹെവി ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ 144 Hz ഡിസ്പ്ലേ റേറ്റ് ഉള്ളത് വാങ്ങുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ ഈ ഡിസ്പ്ലേ നമുക്കിപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. ഗെയിമിങ്ങിനും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് 60 Hz ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ 60 Hz അത്ര മോശമായിട്ടൊന്നുമല്ല, എന്നാലും 144 ആണെങ്കിൽ കുറച്ചുകൂടി നല്ല സ്മൂത്ത് ഗെയിമിങ് പറ്റും. പിന്നെ മൂന്നാമതായി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കീബോർഡിനെ പറ്റി പറയാം. കീബോർഡ് നമുക്കൊരു റെഡ് ബാക്ക്ലിറ്റ് കീബോർഡാണ് വരുന്നത്. ഇതിൻ്റെ പുതിയ വേരിയൻസ്, അതായത് ഇൻ്റൽ i5 10th ജനറേഷന് RGB കീബോർഡ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് RGB വേണം, അതിനോട് നല്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RGB കീബോർഡുള്ള വേരിയൻസ് എടുക്കാവുന്നതാണ്. ഈ Acer Nitro 5 കീബോർഡിന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി നല്ല കീ പ്രസ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു സ്മൂത്ത് പ്രസ്സിങ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ഹെവി ഡ്യൂട്ടി കീബോർഡായിട്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്സ് ഒക്കെ ആകുമ്പോൾ നല്ല പ്രസ്സിങ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ട് അവർ കീബോർഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ട്രാക്ക് പാഡിനെ പറ്റി പറയാം. അപ്പോൾ ട്രാക്ക് പാഡ് നമുക്ക് ഇവിടെ നമുക്ക് വിൻഡോസിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ജസ്റ്റേഴ്സും ട്രാക്ക് പാഡ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്ത് ട്രാക്ക് പാഡാണ് ഇവിടെ കിട്ടിയത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജിനെ പറ്റി പറയാം. ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് 1 TB HDD ഉള്ള ഒരു വേരിയൻ്റാണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ നമുക്ക് 16 GB ഒപ്റ്റൈൻ മെമ്മറി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒപ്റ്റൈൻ മെമ്മറി ഉള്ള വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ അതാവും ബെറ്റർ. അപ്പോൾ നമുക്ക് ഒപ്റ്റൈൻ മെമ്മറിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റൈൻ മെമ്മറി വെക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ HDD 1 TB HDD ഒരു SSD പോലെ വർക്ക് ചെയ്യാനുള്ള അത്ര എഫിഷ്യൻ്റായിട്ട് അതിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സ്പീഡ് അതുപോലെ ബൂട്ടപ്പ് ടൈമും ഇമ്പ്രൂവ് ചെയ്ത് കിട്ടും ഈ ഒരു ഒപ്റ്റൈൻ ഉള്ളതുകൊണ്ട് തന്നെ. ഇതിൻ്റെ തന്നെ SSD NVMe ഉള്ള വേരിയൻറ്റും ഉണ്ട്, 256 GB SSD ഉള്ള വേരിയൻറ്റും ഉണ്ട്, അത് അവൈലബിൾ ആണ്. പിന്നെ അഞ്ചാമത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഗാഡ്ജറ്റ്സ് ഫ്യൂച്ചർ പ്രൂഫ് ആയിരിക്കണം. ഫ്യൂച്ചർ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പിന്നെ നമുക്ക് വരും കാലത്തിൽ വല്ല പുതിയ ഫ്യൂച്ചർ ടെക്നോളജീസ് വരികയാണെങ്കിൽ തന്നെ അത് നമ്മുടെ ലാപ്ടോപ്പിൽ എംബഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു Acer Nitro 5 നമുക്ക് ഡ്യുവൽ M2 സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു M2 സ്ലോട്ട് ഫ്രീ ആയിട്ട് അതിലുണ്ടാവും. ഇപ്പോൾ ഒപ്റ്റൈൻ മെമ്മറി ഉള്ള വേരിയൻറ്റിനാണെങ്കിൽ ഒരു M2 സ്ലോട്ടിൽ ഒപ്റ്റൈൻ മെമ്മറി ഉണ്ടാവും, രണ്ടാമത്തെ M2 സ്ലോട്ട് ഫ്രീ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ SSD ഫിറ്റ് ചെയ്യുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പുതിയ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് പണികളൊന്നുമില്ല. നേരെ അഴിച്ചിട്ട് നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണല്ലോ. അല്ല പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസ് പീരീഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്.
പിന്നെ നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് GPU, അതായത് NVIDIA GeForce GTX 1650 എന്ന് പറയുന്ന GPU ആണ് നമുക്കിതിൽ കിട്ടുന്നത്. 4GB VRAM അവൈലബിൾ ആണ്. അത് നമുക്ക് 1.7 ടൈംസ് പെർഫോമൻസ് ഉണ്ടാവും GTX 1060 ചിപ്പിനേക്കാളും. അപ്പോൾ നമുക്ക് ഹെവി ഗെയിമിങ്ങിനൊക്കെ നല്ലൊരു GPU ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഫ്രെയിം റേറ്റ്സോട് കൂടി തന്നെ നമുക്ക് ഗെയിംസൊക്കെ നന്നായി കളിക്കാനും പറ്റും. അതുപോലെ തന്നെ GTX 1650 GPU ലെസ് പവർ കൺസ്യൂമിങ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ 1050നേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് 1650 GPU. പിന്നെ ഞാൻ വാങ്ങുന്ന നേരത്തെ കുറേ റിവ്യൂസൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ മിക്കവരും പറയുന്ന പ്രശ്നമാണ് സ്പീക്കേഴ്സിന് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പീക്കേഴ്സ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മോഡലിൽ നോക്കി കഴിഞ്ഞപ്പോൾ സ്പീക്കേഴ്സൊന്നും അത്ര മോശമായിട്ടില്ല. പിന്നെ ബാസൊന്നും ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്പീക്കേഴ്സിൽ അത്ര ഹെവി ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഡീസൻറ്റ് സൗണ്ട് തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്, അതിന് കുറ്റം പറയാൻ പറ്റില്ല. അത് ലാപ്ടോപ്പാണ്, അപ്പോൾ അതിനുള്ള സ്പീക്കർ ക്വാളിറ്റി ഇനി അത് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റി പറയാം. ബാറ്ററി ലൈഫ് ഇപ്പോൾ നമുക്കൊരു 40% ബ്രൈറ്റ്നസ്സിലൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 hours ഓൺ നോർമൽ യൂസ് കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 1.5 hours മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്കപ്പോഴും പ്ലഗ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ബാറ്ററി അതിൽ ശരിക്കും ഒരു കാര്യമല്ല, ഒരു ഫാക്ടറല്ല നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസിൽ, ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട്. പിന്നെ നമുക്കിതിൽ വന്നിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത് i5 9th Gen 9300H എന്ന് പറയുന്ന പ്രോസസ്സറാണ്. നല്ല ഗെയിമിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി പ്രോസസ്സറാണ്. അതുപോലെ തന്നെ നമുക്ക് 8 GB ഓഫ് റാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സ്ലോട്ടും ഉണ്ട്, ഫ്രീ സ്ലോട്ട് ഒരെണ്ണുണ്ടാവും. DDR4ൻ്റെ 8 GB ഓഫ് റാമാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒരു റാം സ്റ്റിക്കും കൂടി വാങ്ങിച്ചിടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ഗ്രേഡ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ക്രീനിൻ്റെ എഡ്ജസ് നോക്കുകയാണെങ്കിൽ നാരോ ബെസിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കുറച്ചുകൂടി എസ്തെറ്റിക് അപ്പിയറൻസിന് എപ്പോഴും നല്ലതാണ് നാരോ ബെസിൽസ്. പക്ഷേ താഴെ നമ്മുടെ ബ്രാൻഡിങ് കാരണം കുറച്ച് വണ്ണത്തിൽ ബെസിൽസ് ഉണ്ട്, പക്ഷേ അത്ര കുഴപ്പമില്ല. എന്നാലും നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്, നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ലുക്കാണ്. പിന്നെ നമുക്ക് ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കുറേ സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട് ഏസറിൻ്റെ തന്നെ. അപ്പോൾ നമുക്ക് നൈട്രോ സെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ ഏസർ കെയർ, അങ്ങനെ കുറേ സോഫ്റ്റ്വെയറുകളുണ്ട്. പിന്നെ കുറേ നോർത്തേൺ ആൻറ്റിവൈറസ്, ഓഫീസ് 360 അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ നോർത്തേൺ ആൻറ്റിവൈറസും ഓഫീസ് 360 ഒക്കെ നമുക്ക് ട്രയൽ വേർഷൻസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ 30 days ട്രയൽ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ റാം നമുക്ക് നമ്മുടെ യൂസേജിനായിട്ട് റാം കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ പോർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മൈക്ക് പ്ലസ് ഹെഡ്ഫോൺ കോംബോ ജാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു USB 3.0ൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ഇൻഡിക്കേറ്റർ LEDs ആണ്. പിന്നെ നമ്മുടെ ചാർജിങ് കേബിളിൻ്റെ ഒരു സോക്കറ്റാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കെൻസിങ്ടൺ ലോക്കിൻ്റെ ഒരു സ്ലോട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ RJ45 കേബിൾ കുത്താനുള്ളൊരു പോയിൻ്റ് ഉണ്ട്. HDMI സപ്പോർട്ട് ചെയ്യുന്നൊരു ജാക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ടൈപ്പ് സി ഒരു പോയിൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് 2 USB 3.2ൻ്റെ സോക്കറ്റുകളാണ്. അതിലത്തെ ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോക്കറ്റാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. ഈ ലാപ്ടോപ്പിൻ്റെ അടിഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വെന്റിലേഷൻ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അടിയിൽ നല്ലൊരു വലിയ ഏരിയ തന്നെ വെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലും ഒരു വെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഫുൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വെന്റിലേഷൻ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മളിപ്പോൾ ഒരു ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറുതായിട്ട് ടെമ്പറേച്ചർ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിൽ നൈട്രോ സെൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അതൊന്ന് കുറച്ച് ജസ്റ്റ് ട്വീക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ കുറച്ചുകൂടിയും മെയിൻറ്റൈൻഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നൈട്രോ സെൻസ് നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളത്. നമുക്ക് അപ്പോൾ എല്ലാം കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു മോണിറ്ററിങ്ങിൽ തന്നെ നമുക്കെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ വിചാരിക്കുന്നു. ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങളപ്പോൾ റിപ്ലൈ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് വി ടീം DigiTech മലയാളം സൈനിങ് ഓഫ്.